ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറബിക് സ്റ്റൈലിലുള്ള മന്തി റൈസ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ വീടുകളിലൊക്കെ നമ്മളെപ്പോഴും വാങ്ങുന്ന ചെറിയ കഷ്ണം ചിക്കൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സാധാരണ മന്തി ചെയ്യുന്നത് വലിയ കഷ്ണം ചിക്കനായിരിക്കും, സ്കിന്നോട് കൂടിയത്. അതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ കിട്ടുന്ന ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാലയും അതുപോലെ തന്നെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ടൊമാറ്റോ സൽസയുടെയും റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം, അതോടുകൂടിയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മന്തി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചമല്ലിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 3 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 3 മിനിറ്റ് എടുക്കും നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ മുളക് ഒന്ന് ക്രഞ്ചി ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ഒരു മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പൊടി നമുക്ക് ഈ ഒരു അളവിലെടുത്താൽ കിട്ടും കേട്ടോ. അപ്പം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്ത പൊടിയാണ്. നമുക്കിത് മന്തിക്ക് യൂസ് ചെയ്യാം, അതുപോലെ മജ്ബൂസിന് യൂസ് ചെയ്യാം, അതുപോലെ കപ്സക്കൊക്കെ ഈ പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കനാണ്. ഏകദേശം 1/2 കിലോ ചിക്കൻ ഉണ്ട്. സാധാരണ ചിക്കൻ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ പീസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയ ചിക്കൻ വലിയ പീസ് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണം. നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് ചോറൊന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ പാത്രം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഹോളായിട്ടുള്ള കുരുമുളക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കനാരങ്ങയാണ്. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഈ മന്തി അതുപോലുള്ള അറബിക് റൈസുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ കൊടുക്കാൻ നമ്മൾ ഇടുന്നതായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഉണക്കനാരങ്ങ. ഇനി ഉണക്കനാരങ്ങ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ ഉണക്കിയെടുത്താലും മതി. പക്ഷേ ഈ ഒരു കളറ് വരില്ല. എന്നാലും ഒരു ഉണക്കിയെടുത്ത നാരങ്ങയും ഇതിലേക്ക് ഓക്കെ ആയിരിക്കും. ഈ ഉണക്ക നാരങ്ങ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഈ നാരങ്ങയുടെ മണമാണ് നമ്മൾ ആ അറബിക് റൈസുകളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. കപ്സ ചെയ്യുമ്പോഴും നമ്മൾ ഈ നാരങ്ങ ഇടാറുണ്ട്. ഇനിയിപ്പോൾ ഈ നാരങ്ങ ഇടാതെ ഈ റൈസ് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ മസാല ഇടുന്നുണ്ട്. പക്ഷേ ഈ നാരങ്ങ കൂടി ഇട്ടാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മണവും ഒരു ഫ്ലേവറും നമ്മുടെ റൈസിന് ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മന്തി മസാലയാണ്. അതൊരു 1 ടീസ്പൂൺ നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും കൂടി ഇട്ട് കൊടുക്കാൻ പാടില്ല. ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ. അപ്പോൾ അതൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു സൺഫ്ലവർ ഓയിലും മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് എത്തിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചാണ് വേവിക്കാൻ പോണത്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ. കാരണം ഈ എണ്ണയിൽ കിടന്നാണ് വേവുന്നത്. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി അതിലേക്ക് ഊറിക്കോളും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുത്താണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് കളറിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ, ഒരുപാട് എരിവ് നമുക്ക് ആവശ്യമില്ല. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് കപ്സ മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ചിക്കൻ വേവിച്ച സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ആ മസാലയും അതേപടി
അതേപടി നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണ്, അത് കളയാൻ പാടില്ല. നമ്മൾ അതേ പാത്രത്തിലാണ് നമ്മുടെ ചോറ് മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ, കുറച്ചധികം വെള്ളത്തിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി ചെയ്യുമ്പോൾ എപ്പോഴും എടുക്കുക സെല്ല റൈസാണ് എടുക്കേണ്ടത്. അത് സെല്ല റൈസ് എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള കുറച്ച് കട്ടിയുള്ള അരിയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെല്ല റൈസ് എടുത്താൽ ഒരു നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു മന്തിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ സെല്ല റൈസിൽ തന്നെയാണ് കിട്ടുന്നത്. ഇതും ടേസ്റ്റ് കുറവൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ചും കൂടി നല്ലത് സെല്ല റൈസ്. ഇതിപ്പോൾ ഞാനൊരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് അധികം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച് അതിൽ ഇട്ട അതേ നാരങ്ങ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അതേ നാരങ്ങ ഞാൻ അതിലേക്ക് ഇട്ടു. ഇതിലേക്ക് കുറച്ച് പട്ടയും അതുപോലെ ഒരു 2-3 ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരുപാട് സ്പൈസസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മന്തി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിൽ ഒരുപാട് സ്പൈസസ് കാണില്ല. അറബിക് ഡിഷുകളൊക്കെ തന്നെയും മസാല കുറവുള്ള ഡിഷുകളാണ്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചോറായതുകൊണ്ട് തന്നെ ഉപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ചോറിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. നല്ലപോലെ വെന്തിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബട്ടറാണ്. ബട്ടർ വെച്ച് തന്നെ ഗ്രില്ല് ചെയ്യുന്നതാണ് കേട്ടോ നല്ല. അപ്പോൾ ബട്ടർ നമുക്ക് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അറബിക് സ്റ്റൈലിലുള്ള ഒരു ഗ്രിൽ ചിക്കൻ്റെത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ നല്ല എളുപ്പത്തിൽ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അതിൽ മസാല വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചിക്കൻ ഇതേപോലെ ഇട്ടിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചാണ് വേവിക്കാൻ പോണത്. ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെക്കുമ്പോഴത്തേക്കും 2 സൈഡും 5 മിനിറ്റ് എടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഗ്രില്ല് ചെയ്തെടുത്തതാണിത്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോറും നല്ലപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചോറ് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുള്ള പാനാണിത്. ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഈ ചോറിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് തീ കൂട്ടി വെക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. ആ ചോറിലേക്ക് ഒരു മസാലയൊക്കെ ഒന്ന് ചൂടോടെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ചോറൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു മസാലയുടെയും, അപ്പോൾ ചോറ് ഈ ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയും നമുക്ക് ഇതിലുള്ള ആ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കാതെയാണ് അരി വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾറെഡി സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ പാലാണ്, അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, അതുകൊണ്ടാണ് ഇത്തിരി കളർ കിട്ടും, ഒരു റെഡ് കളറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ കലക്കി കുറച്ച് സ്ഥലങ്ങളിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ റൈസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നല്ലൊരു കളറായിരിക്കും ഉണ്ടാവുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് ഇതാക്കാം. ഇതൊന്നും ടേസ്റ്റ് കൂട്ടില്ല, ഒരു കാണാനൊരു ഭംഗിയേ തരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗ്രില്ല് ചെയ്ത ചിക്കനാണ്. സാധാരണ ഈ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രില്ലിലാണ് ചിക്കൻ അവർ കുഴിയിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുത്തത് കേട്ടോ. പക്ഷേ ഈ ഒരു ടെക്സ്ചറല്ല നമുക്ക് അതിൽ കിട്ടുക.
ശരിക്കും കുഴിമന്തി നല്ല വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റൈസ് തന്നെയാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും കുറച്ച് കുറച്ച് വ്യത്യാസമായിട്ടാണ് പലരും ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുറച്ചൊന്നൊരു ചാർക്കോളിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധാരണ ഒരു ചിരട്ടയുടെ കനലാണ് എടുത്തിട്ടുള്ളത്. ചിരട്ടയുടെ ഒരു കഷ്ണം നല്ലപോലെ ഒന്ന് ചൂടാക്കി കത്തിച്ചെടുത്ത കനൽ ഒരു പാത്രത്തിലാക്കി ഇതിനെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്നിങ്ങനെ പുകഞ്ഞ് വരും. ആ സമയത്ത് നമുക്കിതങ്ങ് അടച്ചു വെക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചോറിലേക്കും അതുപോലെ ഈ ചിക്കനിലേക്കും ഒക്കെ ആ ഒരു സ്മോക്ക് കിട്ടുള്ളൂ. നല്ലപോലെ ഒരു സ്മോക്കി ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു ചിക്കനാണ് നമുക്കിതിലൂടെ കിട്ടുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല രുചിയാണ് കഴിക്കാൻ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറായിരിക്കും. ഒരു അറബിക് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന മന്തിയുടെ ടേസ്റ്റൊക്കെ തന്നെയും ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. നമുക്ക് വീട്ടിൽ കിട്ടുന്ന ചിക്കനൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിന് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ടൊമാറ്റോ സൽസ എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അത് നല്ല എളുപ്പമാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം മുളക്, അതായത് ഏകദേശം ഒരു ഇത്രയും വെള്ളം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗാർലിക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ഭാഗം ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി അനുസരിച്ച് എടുക്കുക. ഇനി നിങ്ങൾ നല്ല പച്ച തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ചെറുനാരങ്ങയുടെ അളവ് കുറയ്ക്കുക. ഇനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളിയാണ്. ഇത് ഏകദേശം ഒരു 2 തക്കാളി ഉണ്ട്. 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് മതിയാവും, ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി ഉപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആവില്ലെങ്കിൽ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇതാണ് നമുക്ക് ഈ റൈസിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന സൽസ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കട്ടത്തൈരും ഇതിനൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാലയും സൽസയും ഒക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് എല്ലാവരും ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അപ്പോൾ മന്തി ചെയ്യുമ്പോൾ സെല്ല റൈസ് ഉള്ളവർ സെല്ല റൈസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉണക്കനാരങ്ങയും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ സൽസയും ഒക്കെയാണ് ഇതിന് സൈഡ് ഡിഷായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.